ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാത്ത ആരും തന്നെ ഈ ഭൂപരപ്പിലില്ല. എല്ലാ മനുഷ്യരും, അതായത് ദൈവമക്കളും ലോകമനുഷ്യരും ഒരുപോലെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ചിലർ അതിനെ തരണം ചെയ്യുന്നു, മറ്റു ചിലർ അതിനു മുമ്പിൽ തോറ്റുപോകുന്നു. ദൈവമക്കൾ എന്ന് പറയുന്ന പലരുടെയും പരാതി, എന്തുകൊണ്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ കടന്നു വരുന്നു? മറ്റാർക്കുമില്ലാത്തതും ആരും തന്നെ അനുഭവിക്കാത്തതുമായ പ്രശ്നങ്ങളെയാണല്ലോ ഞാൻ നേരിടുന്നത്. എനിക്ക് മാത്രം എന്തുകൊണ്ട് പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുന്നവർക്ക് അപ്പോസ്തലനായ പൗലോസ് ഒരു ഉത്തരം നൽകുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. There has no temptation taken you but such as is common to man. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന such as is common to man, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ എന്ന പ്രയോഗം ഗ്രീക്ക് പദമായ ആന്ത്രോപ്പിനോസിൻ്റെ വിവർത്തനമാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യർക്ക് പൊതുവായി ഉണ്ടാകുന്ന പരീക്ഷ എന്നാണ്. നാം നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര കാഠിന്യമായതും ശ്വാസം മുട്ടിക്കുന്നതും അതിജീവിക്കാനാവാത്തതുമായി തോന്നിയാലും അതൊക്കെ എണ്ണമറ്റ മനുഷ്യരും ക്രിസ്തുവിശ്വാസികളും കഴിഞ്ഞ കാലങ്ങളിൽ അഭിമുഖീകരിക്കുകയും മറികടക്കുകയും ചെയ്തിട്ടുള്ള സാധാരണ മാനുഷിക പ്രശ്നമാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും മാനസികവും ശാരീരികവുമായ ഒരേ അടിസ്ഥാന ആവശ്യങ്ങളും അതിനോടനുബന്ധിച്ച് ഒരേ നിലയിലുള്ള പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുന്നു. വിവിധ ഭാവത്തിലും രൂപത്തിലുമാണ് ഓരോരുത്തരുടെയും നേർക്ക് അവ കടന്നു വരുന്നതെന്ന് മാത്രം. നമ്മുടെ പ്രശ്നങ്ങളെ ഭീകരമായി കണ്ടുകൊണ്ട് എനിക്ക് മാത്രം എന്ന കാഴ്ചപ്പാടോടുകൂടി നാം അതിനെ വീക്ഷിക്കുവാൻ പിശാചാണ് തന്ത്രങ്ങൾ മെനയുന്നത്. നാം മാത്രമായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നാം നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് നാം എത്ര വേഗത്തിൽ അതിൽ നിന്ന് കരകയറുമെന്ന് നിർണയിക്കും. നമുക്കിന്ന് ഇങ്ങനെ മാറി ചിന്തിക്കാം. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആദ്യത്തെയും അവസാനത്തെയും വ്യക്തി ഞാനല്ല. എന്നേക്കാൾ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന എണ്ണമറ്റ ആളുകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, God is faithful. ദൈവം വിശ്വസ്തൻ. എനിക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ എനിക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ ദൈവം പോക്ക് വഴിയുമുണ്ടാക്കും. ഹാവ് എ പ്ലസന്റ് ഡേ.